കീമിൽ സർക്കാർ സ്വീകരിച്ച നടപടി സംസ്ഥാനത്തെ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമാക്കിയതായി ബി.ജെ.പി. നേതാവ് വി. മുരളീധരൻ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചൊഴിയണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ കച്ചവടക്കാരെ സഹായിക്കാനാണ് സർക്കാർ അവസാന നിമിഷം ഫോർമുല മാറ്റം കൊണ്ടുവന്നതെന്നും വി. മുരളീധരൻ ആരോപിച്ചു. പഴയ ചരിത്രം ഓർമ്മ വരുന്ന ആളുകൾക്ക് പണ്ട് കേരളത്തില് 0+0+2:428 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കാലത്ത് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷയുടെ ഫലം വരുന്നതിന് ഏതാനും അല്പസമയം മുൻപ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഈ തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനം, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം എടുത്തത്? തീർച്ചയായിട്ടും ബലമായിട്ട് സംശയിക്കേണ്ടി വരും. വിദ്യാഭ്യാസ കച്ചവടക്കാരെ സഹായിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ഒരു കാരണമില്ല. കാരണം സർക്കാർ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല എന്താണ് ഈ തരത്തിലുള്ള ഒരു തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന്. പരീക്ഷ നടത്തുന്നു, പരീക്ഷയ്ക്ക് മുൻപ് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്നു, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് അല്പം മുമ്പ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നു, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നു. 1:1:1 എന്നുള്ളത് മാറ്റി 5:3:2 എന്നാക്കുന്നു. ഈ തരത്തിലുള്ള നിരവധി മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വരുത്തിയപ്പോ കേരളത്തിലെ എൻട്രൻസ് പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ